സിനിമയെ വെല്ലുന്നൊരു തട്ടിപ്പാണ് പുറത്തു വന്നത്. വിവാഹ തട്ടിപ്പിൽ എറണാകുളം കാഞ്ഞിരമറ്റം സ്വദേശിയും 2 വയസ്സുള്ള കുട്ടിയുടെ അമ്മയുമായ 35-കാരി രേഷ്മയാണ് അറസ്റ്റിലായത്. 10 വിവാഹം കഴിഞ്ഞ് 11ാമത്തെ വിവാഹത്തിന് ശ്രമിക്കുമ്പോഴാണ് രേഷ്മ കുടുങ്ങിയത്. വിവിധ ജില്ലകളിലാണ് രേഷ്മ മറ്റ് 10 വിവാഹങ്ങളും കഴിച്ചത്. വിവാഹ തട്ടിപ്പിന് രേഷ്മ പറയുന്ന കാരണമാണ് ഏറെ കൗതുകകരം. താൻ ഈ തട്ടിപ്പ് നടത്തിയത് സ്നേഹം തേടിയാണെന്നാണ് രേഷ്മ പറയുന്നത്. മാട്രിമോണിയൽ സൈറ്റിൽ വിവാഹ പരസ്യം നൽകിയാണ് രേഷ്മ വിവാഹ തട്ടിപ്പ് നടത്തുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ആര്യനാട് പഞ്ചായത്ത് അംഗമായ യുവാവിനെ വിവാഹം ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് രേഷ്മ പിടിയിലായത്. പ്രതിഷ്ഠിതവരനായ പഞ്ചായത്ത് അംഗവും സുഹൃത്തായ മറ്റൊരു പഞ്ചായത്ത് അംഗവും ഭാര്യയും ചേർന്നാണ് രേഷ്മയുടെ വിവാഹ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നത്. വിവാഹത്തിനായി ഒരുക്കിയ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ നിന്ന രേഷ്മയെ ആര്യനാട് പോലീസ് തികച്ചും നാടകീയമായി അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വിവാഹ പരസ്യം നൽകുന്ന ഗ്രൂപ്പിൽ പഞ്ചായത്ത് അംഗം രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറിലേക്ക് മെയ് 29-നാണ് ആദ്യം കോൾ വന്നത്. യുവതിയുടെ അമ്മയാണെന്ന് സ്വയം പരിചയപ്പെടുത്തിയ സ്ത്രീയാണ് സംസാരിച്ചത്. അങ്ങനെ ഇരുവരും കോട്ടയത്ത് വെച്ച് പരസ്പരം കണ്ടു. താൻ ദത്തെടുക്കപ്പെട്ട കുട്ടിയാണെന്നും അതുകൊണ്ട് അമ്മയ്ക്ക് വിവാഹത്തിന് താല്പര്യക്കുറവുണ്ടെന്നും രേഷ്മ യുവാവിനെ അറിയിക്കുകയും ചെയ്തു. തുടർന്ന് യുവാവ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ച് ഒരുക്കങ്ങൾ തുടങ്ങുകയായിരുന്നു. വെള്ളിയാഴ്ചയാണ് വിവാഹം നടത്താൻ നിശ്ചയിച്ചിരുന്നത്. 5-ാം തീയതി രേഷ്മയെ യുവാവ് കൂട്ടിക്കൊണ്ടുവന്ന് ഉഴമലിക്കലുള്ള ഒരു വാർഡ് മെമ്പറുടെ വീട്ടിൽ താമസിപ്പിച്ചിരുന്നു. വിവാഹ ദിവസം രാവിലെ കുളി കഴിഞ്ഞ് തനിക്ക് ബ്യൂട്ടി പാർലറിൽ പോകണമെന്ന് രേഷ്മ പറഞ്ഞു. വൈകാതെ ബ്യൂട്ടി പാർലറിൽ പോവുകയും ചെയ്തു. ഈ വാർഡ് മെമ്പറുടെ ഭാര്യ കുളിമുറിയിൽ കയറിയപ്പോൾ രേഷ്മ കുളിച്ചതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടില്ല. തുടർന്നാണ് രേഷ്മയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയത്. ഇതോടെ വാർഡ് മെമ്പറുടെ ഭാര്യ രേഷ്മയുടെ ബാഗ് പരിശോധിച്ചു. അപ്പോഴാണ് മുൻ വിവാഹങ്ങളുടെ സർട്ടിഫിക്കറ്റുകൾ കണ്ടെത്തിയത്. അതോടെ അവർ ഉടൻ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് രേഷ്മയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചോദ്യം ചെയ്യലിൽ താൻ 10 വിവാഹങ്ങൾ നേരത്തെ കഴിച്ചതായി രേഷ്മ വെളിപ്പെടുത്തി. ഇതിലൊരു വിവാഹത്തിൽ രേഷ്മയ്ക്കൊരു കുട്ടിയുണ്ട്. ആദ്യ വിവാഹമാണെന്ന് പറഞ്ഞാണ് രേഷ്മ ഈ വിവാഹങ്ങളെല്ലാം നടത്താറുള്ളത്. വരനെ കൊണ്ട് വിവാഹത്തിന് മുമ്പ് തന്നെ സ്വർണവും വസ്ത്രങ്ങളും വാങ്ങിപ്പിക്കുന്നത് രേഷ്മയുടെ രീതിയാണ്. തുടർന്ന് ഈ പണവും വസ്ത്രങ്ങളും കല്യാണാവശ്യത്തിനുള്ള പണവും കൈക്കലാക്കി വിവാഹ പിറ്റേന്ന് തന്നെ മുങ്ങുന്നതാണ് രേഷ്മയുടെ സാധാരണയുള്ള രീതി. അമ്മയുടേതെന്ന് കരുതുന്ന ഫോൺ നമ്പരും പോലീസ് പരിശോധിച്ചു. അപ്പോൾ രേഷ്മയാണ് ഈ നമ്പരും ഉപയോഗിക്കുന്നതെന്ന് പോലീസ് കണ്ടെത്തി. അമ്മയെന്ന വ്യാജേന ഇവർ തന്നെയാണ് വരൻ്റെ കുടുംബവുമായി സംസാരിക്കുന്നത്.